നമസ്കാരം. പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ അധ്യായം നിങ്ങൾ കാണുന്നതിന് ഒരു പ്രത്യേകമായ കാരണമുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില സത്യങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതായ സത്യങ്ങളാകണം എന്നില്ല, അല്ലെങ്കിൽ ദൈവാംശമായ ചില സന്ദേശങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാകാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറില്ല എങ്കിൽ പോലും, അത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽ വന്നിട്ടില്ല എങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങളുണ്ട്. ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സന്ദേശങ്ങളായി കടന്നു വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തെ ചിത്രം സർപ്പമാണ്, രണ്ടാമത്തേതായ ചിത്രം ദീപമാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ദേവതയെ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം. കണ്ണുകളടച്ച് തന്നെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കണം. അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കണം എന്ന് പോലും നിങ്ങൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടത്തണം. അതിനാൽ ആദ്യം ഈ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാം ശുഭമായി ഭവിക്കണം എന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കൂ. ശേഷം കണ്ണുകൾ തുറന്ന്, അതായത് പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ തന്നിരിക്കുന്നതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ട് ചിത്രങ്ങളും മാറി മാറി നോക്കുക. ഇതിൽ നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ചിട്ടുള്ളതായ ചിത്രം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അട്രാക്റ്റ് ആകുന്ന ആ ചിത്രം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഏവരും ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഒരു ചിത്രം തിരഞ്ഞെടുത്തു എങ്കിൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഏവരും നിങ്ങൾ പ്രാർത്ഥിച്ച ആ ശക്തിയുടെ നാമമോ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമമോ കമന്റായി രേഖപ്പെടുത്തി ഒരു നിമിഷം വന്ദിക്കൂ. അപ്പോൾ ആദ്യത്തെ ചിത്രമായ സർപ്പത്തെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ സർപ്പവുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് ആദ്യം പരാമർശിക്കാനായി പോകുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് യാദൃശ്ചികമല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ദൈവാംശമായ ആത്മാവ് തന്നെയാണ് നിങ്ങളെ കൊണ്ട് ഈ ചിത്രം തിരഞ്ഞെടുപ്പിച്ചത് എന്നതാണ് വാസ്തവം. ഇതൊരു സാധാരണ കാര്യമല്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ അനുഭവിച്ചറിയേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സത്യം തന്നെയാണ്. നിങ്ങൾ വളരെ നല്ല മനസ്സുള്ള വ്യക്തികൾ തന്നെയാണ്. സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകളായി തന്നെ നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ മറ്റുള്ളവരുടെ വേദനകൾ അതവർ പറയാതെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്നതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ സന്തോഷം പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിച്ചിരിക്കുന്ന വ്യക്തികളായും നിങ്ങളെ പരാമർശിക്കാം. ഹൃദയം കൊണ്ട് വളരെ ശുദ്ധരായ വ്യക്തികളായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. പലരും നിങ്ങൾക്ക് ദ്രോഹങ്ങൾ ചെയ്യുന്നു എങ്കിലും മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ നിങ്ങളാൽ സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം വിശ്വാസം അർപ്പിച്ചതായ ചില വ്യക്തികൾ, അല്ലെങ്കിൽ അതിൽ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ എതിരായി സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സുഹൃത്തോ ബന്ധുവോ അല്ലെങ്കിൽ പരിചിതമായ ഒരു വ്യക്തിയോ ആകാം. അത്തരത്തിൽ വളരെ അടുത്ത്, നിങ്ങൾ വളരെയധികം അടുത്ത് പെരുമാറുന്ന വ്യക്തിയുമാകാം.
എന്നാൽ ഈ വ്യക്തി നിങ്ങളുടെ മുൻപിൽ വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായി അഭിനയിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് മുൻപിൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്ന സാഹചര്യവുമാണ് ഉള്ളത്. അതായത് നിങ്ങളുടെ കുറവുകൾ, അതായത് ഇല്ലാത്തതായ കുറവുകൾ ഉണ്ട് എന്ന് പറയുന്നതായ സാഹചര്യം, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പോലും ചിന്തിക്കാത്ത ചില തെറ്റായ കാര്യങ്ങൾ അവരോട് പറയുക, അതുമൂലം നിങ്ങൾക്കുണ്ടാകുന്ന സ്വീകാര്യത, ബഹുമാനം ഇവ കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വ്യക്തികൾ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ലഭിക്കരുത് എന്നൊരു ചിന്ത അവർക്കുണ്ട്. പല കാര്യങ്ങളിലും ഇവർക്ക് അസൂയയുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങളുടെ മനസ്സ് തന്നെയാണ് പലപ്പോഴും അസൂയയ്ക്ക് കാരണമാകുന്നത് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ നല്ല മനസ്സ് ഇവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുമൂലം പലരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത, ബഹുമാനം ഇതിവർക്ക് അസൂയ നൽകുന്നു എന്നുള്ളതാണ്. ഭാഗ്യം പല കാര്യങ്ങളിലും നിങ്ങളെ തുണയ്ക്കുന്നതും നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നതായ വളർച്ചയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് വീണ്ടും ഉയർന്നു നിൽക്കുവാൻ സാധിക്കുന്നത് ഇവർക്ക് വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നതായ സാഹചര്യമുണ്ട്. അതായത് എത്ര തന്നെ തളർത്താൻ ശ്രമിച്ചാലും മുന്നോട്ട് പോകുന്നത് ഈ വ്യക്തികൾക്ക് താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങളെ പല കാര്യങ്ങളിലും തളച്ചിടുവാൻ ഇവർ ശ്രമങ്ങൾ നടത്തുന്നു എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങൾ മുന്നേറാതിരിക്കുവാനായുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നതായ സാഹചര്യമുണ്ട്. വളരെ കാലങ്ങളായി നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഒരു സമ്മർദ്ദം നിങ്ങൾക്ക് അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നടക്കും എന്ന വിശ്വാസം നൽകി അവസാന നിമിഷം അത് തടസ്സപ്പെട്ടു പോകുന്ന, നടക്കാതിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പലരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവരിൽ നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടതായി വരുന്നത് അത്രമേൽ വിഷമകരമായ കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് വളരെ വിഷമമുണ്ട് എന്നതും വാസ്തവമാണ്. പല വ്യക്തികളിൽ നിന്നും ഒരു വേദന അനുഭവിക്കുകയും പല കാര്യങ്ങളും തെറ്റായി സംഭവിക്കുന്നു എന്നൊരു തോന്നൽ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇത് യാദൃശ്ചികമല്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതിനാൽ നിങ്ങളെ പലരും ദോഷപ്പെടുത്തുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ, ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ ശ്രമങ്ങൾ നടത്തിയാലും അതിൽ വിജയം കാണില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോകുന്ന, പല വ്യക്തികളും പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. കഷ്ടതകൾ പലതും അനുഭവിച്ചു പോരുന്ന നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യുവാൻ സാധിക്കുകയും പല കാര്യങ്ങളിലും ശക്തരായി തീരുന്ന സാഹചര്യവും ജീവിതത്തിലുണ്ട്. മാറ്റം പല കാര്യങ്ങളിലും അനുഭവഭേദ്യമാകുന്ന സാഹചര്യമുണ്ട്. വളരെ വേഗം പല മാറ്റങ്ങളും കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതിരുന്ന ഈ വ്യക്തിയുടെ സാന്നിധ്യം ഇനി മനസ്സിലാക്കുവാൻ സാധിക്കുകയും ഈ വ്യക്തിയുടെ മുഖമോ ഈ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന പുതുവഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു ലഭിക്കും എന്നുള്ളതാണ്. ഈ സമയം ഭാഗ്യം തന്നെയാണ് നിങ്ങളെ തേടിയെത്തുക. ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദോഷം വരുത്തുന്ന ചില വ്യക്തികൾ അവരായി തന്നെ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട് എന്നതാണ് വാസ്തവം. ആരാണ് നിങ്ങൾക്ക് ദോഷം വരുത്തുന്നത്, ആ വ്യക്തികളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പല കാര്യങ്ങളെയും ഒഴിവാക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ഹൃദയശുദ്ധി നിങ്ങളിലേക്ക് കടന്നു വരികയും ആ ശക്തി തന്നെയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന കാര്യവും ബോധ്യപ്പെടുന്ന സമയമാണ്.
ക്ഷമ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഗുണം ചെയ്യുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളുടെ വിജയം പല കാര്യങ്ങളിലും ഉറപ്പാക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാകേണ്ടതായ കാര്യം എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ പലരെയും വിശ്വസിക്കുകയും പല കാര്യങ്ങളും അവരോട് തുറന്നു പറയുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു. നെഗറ്റീവായ ഊർജം നിങ്ങളെ ബാധിക്കുന്നു. അതിനാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ ലഭിക്കാത്തതായ അവസ്ഥ കടന്നു വരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് മാറ്റം സംഭവിക്കാവുന്ന സമയമാണ്. അത് തീർച്ചയായും നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. ഈ കാര്യങ്ങൾ യാദൃശികമല്ല എന്നതാണ് വാസ്തവം. ഇതൊരു ദൈവം നിങ്ങൾക്ക് നൽകുന്ന സൂചന തന്നെയാണ്. അത് ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോകണം. അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കുകയും നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളെ ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി സംരക്ഷിക്കുന്നുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണോ നിങ്ങൾക്ക് മുൻപിൽ തടസ്സപ്പെട്ടിരിക്കുന്നതായ ഭാഗ്യം, അത് നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ സമയം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കുക. പല കഷ്ടപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. സന്തോഷകാലം, ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പല രീതിയിലും പ്രതിഫലം അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദൈവികമായ സന്ദേശങ്ങൾ അനുകൂലമായി നിങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. തീർച്ചയായും ഇത് യാദൃശികമല്ല. ആ ശക്തി നിങ്ങളിലേക്ക് നൽകിയ സന്ദേശം തന്നെയാണ്. ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ. നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമായ ദീപമാണ് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവാംശമായ ആത്മാവ് തന്നെയാണ് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ കാരണമായിട്ടുള്ളത് എന്നതാണ് വാസ്തവം. നിങ്ങൾ സാധാരണ ഒരു വ്യക്തിയല്ല എന്നതാണ് വാസ്തവം. കാരണം വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് ലഭിക്കുന്നത്. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശക്തി നിറഞ്ഞ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. പല കാര്യങ്ങളും സംഭവിച്ച് അതിൽ നിന്നും ധൈര്യം ഉൾക്കൊണ്ട് അത്തരത്തിൽ ധൈര്യം നേടിയെടുത്തവരുമാകാൻ സാധ്യതയുണ്ട്. ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാൻ സാധിക്കുന്നവരാണ്. പെട്ടെന്ന് തകർന്നു പോകുവാൻ സാധ്യത കുറവുള്ളവരാണ്. എന്നാൽ അല്പം സെൻസിറ്റീവായ വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. പുറമേ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വളരെ ശക്തരാണ് അല്ലെങ്കിൽ അങ്ങനെ വ്യക്തികളാണ് എന്ന് തോന്നിയാൽ പോലും മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമുള്ള ഹൃദയമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കും വിഷമകരമായ പല കാര്യങ്ങളുമുണ്ട്. പല വിഷമങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ്. എന്നാൽ അതെല്ലാം നിങ്ങൾ മനസ്സിൽ തന്നെ ഒതുക്കുന്നവരാണ് എന്ന് പറയാം. പലർക്കു വേണ്ടിയും പല ത്യാഗങ്ങളും അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ത്യാഗ മനോഭാവമുള്ള വ്യക്തികളാണ് എന്ന് പറയാം. പലരിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ടിരിക്കുന്നത് അസത്യം നിറഞ്ഞ ചില കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്ക് പൊറുക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. മനസ്സിൽ വളരെയധികം അമർഷം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചിലരോട് നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ മുന്നേറ്റം അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം ചില കാര്യങ്ങളിൽ അവർ വളരെയധികം ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ശത്രു, അതായത് നിങ്ങളെ ശത്രുപക്ഷത്ത് കാണുന്ന വ്യക്തിക്ക് ഇത്തരം ചില കാര്യങ്ങളാണ് നിങ്ങളോട് പ്രധാനമായുമുള്ള ശത്രുത. കൂടാതെ നിങ്ങൾ പല കാര്യങ്ങളിലും സംസാരിക്കുകയും പലരെയും നിങ്ങളുടെ പക്ഷത്താക്കുന്നതും
അല്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള പെരുമാറ്റങ്ങൾ പോലും ഇവർ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. പലരും നിങ്ങളെ പല രീതിയിലും സ്നേഹിക്കുന്നതായ അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്നതായ സാഹചര്യമുണ്ട്. ഇതുപോലും അവർക്ക് സഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇത്തരം ചില കാര്യങ്ങൾ അവർ അസൂയയായി തോന്നുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിശക്തി, അത്തരം കാര്യങ്ങൾ ഇവർ വളരെയധികം ഭയപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങളും ഈ വ്യക്തിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. ജീവിതം നിങ്ങൾക്ക് അനുകൂലമാവുകയോ ഉയരുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ഇവർ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാകാം, നിങ്ങളുമായി വളരെ അടുത്ത് ഇടപഴകാത്ത വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളോട് അല്പമെങ്കിലും അടുപ്പം പുലർത്തുന്ന വ്യക്തിയുമാകാം. ഇത്തരം ചില വ്യക്തികളാണ് ഉള്ളത് എന്നതാണ് വാസ്തവം. നിങ്ങളിൽ വളരെയധികം ഭയം സൃഷ്ടിക്കണം എന്നൊരു ചിന്ത അവർക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഒരു ശക്തി തന്നെയാണ്. അത് തകർക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന സാഹചര്യം ഇവർക്കുണ്ട്. ടെൻഷനുകൾ ഇവർക്ക് വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും പല വ്യക്തികളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട്. അത് നിങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ സമയം ഇവരുടെ ജീവിതത്തിൽ പല രീതിയിലും ഇവരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ഇതുമൂലം നിങ്ങൾക്ക് വളരെ വൈകിയാണ് ലഭിക്കുന്നത് എന്നതും വാസ്തവമാണ്. ഇത്തരം ചില കാര്യങ്ങൾ ഇവർ മൂലം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ശക്തി അത് തീർച്ചയായും നിങ്ങളുടെ ആത്മശക്തി വളരെ വലുതാണ് എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് തീർച്ചയായും വീണ്ടും ഉയരുവാനും സാധിക്കുന്ന സാഹചര്യമുണ്ട്. സാധിക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും സാധിക്കുന്ന സാഹചര്യമുണ്ട്. വലിയ വിജയങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരികയോ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ ചെയ്യാം. മാറ്റങ്ങൾ അനുഭവഭേദ്യമാകുന്ന സമയമാണ്. പ്രത്യേകമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. അനുഭവിച്ചു പോരുന്ന പല തടസ്സങ്ങളെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും നിങ്ങളിൽ സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. പല വിധത്തിലും മുന്നേറ്റങ്ങൾ അനുഭവഭേദ്യമാകുന്ന സമയമാണ്. നിങ്ങളെ പല വ്യക്തികളും താഴ്ത്തി കെട്ടുവാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് നിങ്ങളുടെ വിജയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കണം എന്നില്ല. അവർ പോലും നിങ്ങളുടെ ഉയർച്ചയോ വിജയങ്ങളോ സാക്ഷികളാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. വളരെ വേഗം മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അവസരങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടാം. പല കാര്യങ്ങളിലും മറ്റുള്ളവർ എന്താണ് അല്ലെങ്കിൽ ചില വ്യക്തികളെ കുറിച്ച് പ്രത്യേകിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ യഥാർത്ഥ മുഖം നിങ്ങളിലേക്ക് കടന്നു വരും. ഈ സമയം നിങ്ങളിലേക്ക് ശാന്തത, സമാധാനം സിദ്ധിക്കാവുന്ന സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഇത്തരം വ്യക്തികൾ അകലം പാലിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങളിലേക്ക് നെഗറ്റീവായ കാര്യങ്ങൾ പകർന്നു നൽകുന്ന വ്യക്തികളും നിങ്ങൾക്ക് ദോഷം നൽകുന്നു എന്നുള്ളതാണ്. ഇവർ മനഃപൂർവ്വമായിരിക്കണം എന്നില്ല, എങ്കിൽ പോലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായി പറഞ്ഞു നൽകുന്നു എങ്കിൽ അത്തരം വ്യക്തികളിൽ നിന്നും ഒരു അകലം പാലിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമോ ചില കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയോ നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന കാര്യങ്ങളാണ്. ഈ സമയം നിങ്ങൾ അതിശക്തരാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുകയും ഭാഗ്യം നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ആരും നിങ്ങളെ തടയില്ല എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരത്തിൽ നിന്നും ഒരു പ്രകാശം കടന്നു വരുന്ന സമയമാണ്. കഷ്ടപ്പാടുകൾ പോലും വിജയമായി തീരുന്ന സാഹചര്യമുണ്ട്.
നിങ്ങൾ വലിയൊരു ശക്തിയായി മാറുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. പുതിയ തുടക്കങ്ങൾ കടന്നു വരാം. ഒരു എനർജി സിദ്ധിക്കുന്ന ഒരു സമയമാണ്. ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഉയരങ്ങൾ കീഴടക്കുവാൻ സാധിക്കും. തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ പോലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശുഭകാലത്തിന് ഒരു തുടക്കം കുറിക്കുകയോ അനുയോജ്യമായ ചില കാര്യങ്ങൾ കടന്നു വരികയോ ചെയ്യാം. പല വ്യക്തികളെയും വളരെയധികം മനസ്സിലാക്കുവാൻ സാധിക്കുകയോ അവിടെ ചില കാര്യങ്ങൾ മനസ്സിലെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനോ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഈ സമയം മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, പല കാര്യങ്ങളിലും ഒരു ശരിയായ തീരുമാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിക്കുകയാണ്. മാറ്റങ്ങൾ അത് കടന്നു വരാവുന്ന സമയമാണ്. സമാധാനമോ അവസരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാനസികമായ ശക്തിയോ ഭഗവാൻ പ്രദാനം ചെയ്യുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി പ്രദാനം ചെയ്യുന്ന സമയമാണ്. ധൈര്യത്തോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങുക. ആ ശക്തിയുടെ നാമം കമന്റായി ഏവരും കമന്റായി രേഖപ്പെടുത്തൂ.